തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നേരത്തെ കെ അനിൽകുമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മറ്റു വഴികളൊന്നുമില്ല. കേന്ദ്ര നയം ഇങ്ങനെയാണ്. നേരത്തെയുള്ള സെൻട്രലിലെ കോൺഗ്രസ് സർക്കാരുകളെടുത്ത സമീപനം ഇതാണ്. ഞങ്ങളുടെ മുന്നിൽ മറ്റു വഴിയില്ല, നിരക്ക് കൂട്ടലേ വഴിയുള്ളൂ. ഇവിടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തികയാതെ വരികയാണ്. മറ്റെന്ത് ചെയ്യാനാണ് എന്ന ചോദ്യമാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് ഹരിദാസ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഹരിദാസ് പറയുന്നത് പോലെ ഇത്തരം മറ്റ് പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങുന്നതിൽ അങ്ങനെ താങ്കൾക്ക് വിവരമുണ്ടോ? ഈ വൈദ്യുതി നിരക്ക് അനിവാര്യമാണ് എന്ന സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തെ അംഗീകരിക്കുന്നുണ്ടോ? പീക്ക് അവർ പർച്ചേസിനെ കുറിച്ചൊരു ആക്ഷേപം ഈ ഗവൺമെന്റിലുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ അതൊരു അഴിമതി ആക്ഷേപമായിട്ട് പറയുകയല്ല. പക്ഷേ പീക്ക് അവർ പർച്ചേസിനകത്തുണ്ടാകുന്ന ഒത്തിരി തിരിമറികളെ കുറിച്ച് കേരളത്തിലെ ജനതയ്ക്കറിയാം, ആളുകൾ ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം അറിയുകയും ചെയ്യാം. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ്? ഒരു വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി ഒരു നടപടിയും എടുക്കുന്നില്ല എന്നല്ലേ. 8 വർഷക്കാലമായി കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന് എന്ത് കാര്യമാണ് ചെയ്തത് എന്ന് കൂടി ജനങ്ങളോട് പറയണ്ടേ? ഈ കൂടുതലായി കിട്ടിയിട്ടുള്ള തുക അവരുടെ സിവിൽ വർക്കുകൾക്ക് വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്കും തരം മാറ്റുക എന്നുള്ളതല്ലാതെ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു നടപടിയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. ഇതെല്ലാം അനുദിന ചെലവുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1 രൂപയാണ് ഹൈഡൽ പ്രോജക്റ്റിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈഡൽ പ്രോജക്റ്റിൽ നിന്ന് ഉൽപാദന ചെലവ് വരുന്നത് ഒരു യൂണിറ്റിന്. അങ്ങനെയാണ് എന്ന് വരികിൽ എന്തിനാ ഇത്രയും ഭീകരമായ രൂപത്തിലുള്ള വർധനവ് കൊണ്ടുവരുന്നത്? ആ വർധനവില്ലാതെ തന്നെ നമുക്ക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇനി ഹൈഡൽ പ്രോജക്റ്റുകൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും ഇവിടെ നമ്മുടെ റിസർവയറിന്റെ മേളിൽ ഇവിടെ നോൺ കൺവെൻഷണൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമുണ്ടല്ലോ. അതിനുവേണ്ടി ചില സ്ഥലങ്ങൾ നമ്മൾ നോക്കിയല്ലോ. അത് പകുതിക്കൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കല്ലോ, മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോ നമുക്ക് വൈദ്യുതി ഉൽപാദനം ആർക്കും ഒരു വിഷമമില്ലാത്ത വിധത്തിൽ നടത്താനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കെ അതൊന്നും നോക്കാതെ കണ്ണും പൂട്ടി ഈ പാവപ്പെട്ട ആളുകൾ തിരിച്ചടി കൊടുക്കുന്നത് വളരെ മനുഷ്യത്വഹീനമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതല്ലാതെ ഒത്തിരി സാധ്യതയുണ്ട്. നോൺ കൺവെൻഷണൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള വൈദ്യുതി പദ്ധതികൾ എല്ലാം പാതി വഴിയിൽ നിൽക്കുകയല്ലേ. പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുമായിരുന്ന ജലം പോലും വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിച്ചില്ല എന്നുള്ള ആക്ഷേപം പ്രസക്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഈ വൈദ്യുതി ചാർജ് വർധനവിന് വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കൂട്ടിയിരിക്കുന്നത്? കണക്കുകൾ നോക്കിയാൽ 5ാമത്തെ പ്രാവശ്യമാണിത്. ഇവിടെ 2017-16 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഈ വർധനവുണ്ടാക്കിയിരിക്കുന്നത്.